ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് പലവരും 2-3 ദിവസമായി കയ്യും പൊക്കി നിക്കലുറങ്ങിച്ച് തിരുവമ്പാടി ഇങ്ങനെ അറിയിക്കുന്നുണ്ട്, കയ്യ് കഥയുന്നുണ്ട്, ഇതൊന്ന് താത്തിത്തരുമോന്ന്. തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലാൻ വേണ്ടിയിട്ട് മിഞ്ഞാന് 2-3 ദിവസം മുന്നേ അത് പൊന്തിച്ചതാണ് കയ്യ്. പക്ഷെ അത് കതച്ചല് തുടങ്ങിയിരിക്കുന്നു, ഒന്ന് താത്തി കിട്ടിയ വലിയ ഉപകാരമായി. ഏതായിരുന്നാലും അതിന്റെ മുമ്പൊരു കാര്യം പറയാൻ, ഒരു വലിയ ഒരു പല്ലവരും 100% ഞാൻ വേണമെങ്കിൽ പറയാൻ, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഇതിന്റെ ഒരു ഗൗരവം അറിയിച്ചിട്ട് ഞാൻ ഈ വിഷയം അവസാനിപ്പിച്ച് ഇൻഷാ അള്ളാഹ് ഒരുപാട് ആളുകൾ നമ്മുടെ റേഡിയോ ശ്രോതാക്കളായ ഗൾഫുകാർ കുറെ ആൾക്കാർ വിളിച്ച് സാറേ ആ ഒരു ക്ലാസ്, ഈ നിസ്കാരത്തെക്കുറിച്ചുള്ള ഒരു ക്ലാസ് ആ 10 മണിക്കാക്കിയ വലിയ ഉപകാരമായിരുന്നു. കാരണം ഇപ്പൊ സൗദിയില് ഓലിപ്പോ എത്ര മണിയായിട്ടുണ്ടാവും? 4:30 മണിയല്ലേ? സൗദിയത്തെ ടൈം ഇപ്പൊ എത്രയാ? സൗദിയില് ശബ്ദം കേൾക്കുന്ന ജാബിറപ്പാട് എത്ര മണിയായി? 4:40. അപ്പൊ നമ്മളിപ്പോ ഒരു മൗലിദക്കും കഴിഞ്ഞിട്ട് അല്ലേ ഇഞ്ചിദ്ദ 4:39 പലോലും. അപ്പൊ ഇന്നലെ നമ്മളെ പലോലും വിളിച്ച് ഞങ്ങൾക്കൊക്കെ ഇത് പഠിക്കാൻ കമ്പുണ്ട്. കാരണം ഓരോരുത്തർ ഇങ്ങനെ രാവിലെ ക്ലാസ് കേൾക്കുന്ന ആരോ 1-2 ആൾക്കാരോട് വിവരം പറഞ്ഞപ്പോ ഞാനൊരു സന്തോഷം കൊണ്ട് പറയാണ്. അപ്പൊ നമ്മൾ മൗലിദ് കഴിയുമ്പോഴേക്ക് അൽഹംദുലില്ലാ സൗദിയിലൊക്കെ ഒരു 7:30 മണി അല്ലെ, ഒരു 7:30 മണിയാവും. അപ്പൊ അവിടുത്തെ സുബഹിസ്കാരക്കും കഴിഞ്ഞ് ഇപ്പൊ എല്ലാവരും സന്തോഷവന്മാരാണ്. ഞങ്ങൾക്കൊക്കെ ഇന്ന് 6-ാം നോമ്പിന്റെ പെരുന്നാളാണ് അല്ലെ? അങ്ങനെ ഒരു പഴയ കാലത്തുണ്ടല്ലോ, 6 നോമ്പും കഴിഞ്ഞാല് ഒരു പെരുന്നാൾ കഴിക്കുന്ന ഒരു സംവിധാനം. നിന്റെ അമ്മായിമ്മക്കും ചെല്ലാൻ പറഞ്ഞ ഈസാണ് 6-ാം നോമ്പിന്റെ പെരുന്നാൾ കഴിക്കാം, നമുക്ക് അവിടെ കൂടാനൊക്കെ പറഞ്ഞിട്ടേ. അപ്പൊ എല്ലാവരും അൽഹംദുലില്ലാ ഇന്നലെ ഗൾഫ് മേഖലയിലുള്ളവരൊക്കെ ഇന്നലെ 6-ാം നോമ്പിന്റെ പെരുന്നാൾ കഴിച്ചു. കേരളത്തിലുള്ളവർക്കൊക്കെ 6-ാം നോമ്പിന്റെ പെരുന്നാൾ ഇന്നാണ്. അങ്ങനെ 6-ാം നോമ്പിന്റെ പെരുന്നാൾ അങ്ങനത്തെ ഒരു പ്രത്യേക പെരുന്നാളൊന്നും ഇല്ലട്ടോ. പക്ഷെ എന്നാലും അത് പഴയ കാലത്ത് തന്നെ 96 നോമ്പ്, അതായത് റജബ്, ഷഅബാൻ, റമളാൻ, പിന്നെ 6 നോമ്പും കൂട്ടിയിട്ട് എന്ത് ക്ലാസ്സിൽ പങ്കെടുക്കാനാവും ഇൻഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു 3 ചില്ലാ മാസം നോമ്പ് നോറ്റ് ആ നോമ്പ് സമാപിപ്പിക്കുമ്പോൾ ഒരു സന്തോഷത്തിന് വേണ്ടി കുടുംബമിത്രാദികളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കുക. അപ്പൊ അതൊന്നിപ്പോൾ തെറ്റാണെന്നും നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ ഏതായിരുന്നാലും അൽഹംദുലില്ലാ നമ്മുടെ റമളാനും കഴിഞ്ഞു. മിക്ക സാധാരണക്കാർ പോലും ആലിമീങ്ങള് ചിലപ്പോൾ മൗലവിമാർ ആ വിഷയത്തിൽ കുറച്ച് ബാക്കിലാണെങ്കിലും അൽഹംദുലില്ലാ സാധാരണക്കാര് പ്രത്യേകിച്ച് സ്ത്രീകള്, പ്രായമായ സ്ത്രീകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സുന്നത്ത് നോമ്പാണ് നമ്മളെ ഈ ശവ്വാൽ ദിനത്തിലുള്ള, ശവ്വാൽ മാസത്തിലുള്ള 6 നോമ്പ്. അതും അൽഹംദുലില്ലാ കഴിഞ്ഞു, സന്തോഷത്തിലായി. ഇന്നലെ ചിലോലിങ്ങനെ PM അയച്ചു, കർക്കിടക മാസത്തിൽ ഈ മഴക്കാലാവുമ്പോ വിശപ്പ് കൂടും, അങ്ങനെ ഒന്നുണ്ട്. കർക്കിടക മാസത്തിൽ നോമ്പ് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നും PM അയച്ചോലൊക്കെ ഉണ്ട്. കാരണം ഈ തണുപ്പാകുമ്പോ വിശപ്പ് കൂടും, വല്ല സമ്മതിക്കുന്നില്ല എന്നൊക്കെ. അപ്പൊ ഏതായിരുന്നാലും അൽഹംദുലില്ലാ എല്ലാം കഴിഞ്ഞു, റാഹത്തായി. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന്, നമ്മൾ നോറ്റ നോമ്പുകളൊക്കെയും. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാനൊന്ന് ഒരു ചെറിയ കാര്യം ഉണർത്തുകയാണെന്ന്. ഈ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കയ്യുയർത്തി നമ്മൾ ഒന്നും അതില് ഞാൻ അതിന്റെ ഒന്നൊരു നല്ലൊരു ഓപ്പറേഷൻ തന്നെ അവിടെ നടത്തിയാൽ ഒരു സുന്നത്ത് പോലും, അതിന്റെ ഒരുപാട് സുന്നത്തുകൾ, പ്രത്യേകിച്ച് ഞാൻ പറയുന്നു നമ്മുടെ നിസ്കാരത്തിൽ ഭയഭക്തി ലഭിക്കാൻ കാരണമാകുന്ന ഒരുപാട് പോയിന്റുകൾ ഈ തക്ബീറത്തുൽ ഇഹ്റാം ഉയർത്തുന്ന, തക്ബീറത്തുൽ ഇഹ്റാമിന്റെ നേരത്ത് കൈ ഉയർത്തുന്നതിലും അത് താഴ്ത്തുന്നതിലും അത് നെഞ്ചിന്റെയും ബുക്കലിന്റെയും ഇടയിലായി വെക്കുന്നതിലൊക്കെയും ഒരുപാട് ഹിക്മത്തുകൾ. നോക്കൂ, കൈ ഉയർത്തുമ്പോ റബ്ബുമായുള്ള ആ ഒരു ബന്ധം സ്ഥാപിക്കുക. അതേമായി തന്നെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞിട്ട് കൈ താഴ്ത്തുക. എന്നിട്ട് ആ കയ്യിനെ ഇടത്തെ കയ്യിന്റെ മേൽ വലത്തെ കയ്യിനെ പിടിക്കുന്നിടത്തൊക്കെയും വലിയ മഹത്വങ്ങളാണ്. പക്ഷെ ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അത് നോക്കി, കൈ താഴ്ത്തിക്കഴിഞ്ഞാല് ഇന്ന് 100% എന്ന് പറയാം, 100% എന്ന് പറയാം.
ഇവരെ പിടിക്കണ്. നമ്മള് ഇടത്തെ കൈയ്യ് വലത്തെ കൈയും നെഞ്ചിന്റെയും പുക്കലിന്റെയും മെതയിലേക്ക് കൊണ്ടുവരും അല്ലെ. കൊണ്ടുവന്നിട്ട് ഇടത്തെ കൈയിന്റെ മേൽ വലത്തെ കൈ പിടിക്കും. ഭൂരിപക്ഷ ആൾക്കാരും പിടിക്കുന്നത് എവിടെ? നിങ്ങളൊന്ന് ഒരു നമ്മളീ ഒരു ക്ലാസ് ഉപകാരമാവാൻ വേണ്ടി നിങ്ങൾ ആരും വെറുപ്പിക്കല്ല. ഞാൻ ആരും വെറുപ്പിക്കുന്നില്ല. ഒക്കെ ഇല്ല എന്ന് പറയും. അങ്ങനെ പറയും. ജൈൻ തീർക്കരിപ്പോര് വളരെ അവസ്ഥ. ഈ തണ്ടം കയ്യുമ്പോ കൊണ്ടുപോയിട്ടാ പിടിക്കണ്. ഇത് എവിടെങ്കിലും ഒന്ന് പിടിക്കൽ ആവശ്യമാണല്ലോ. ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ, ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ആ മണിബന്ധത്തുമേന് പിടിക്കേണ്ടത്. അത് ആശങ്കയില്ലാത്ത പറഞ്ഞത് ശരിയാണ്. ഞാൻ ആശങ്കയില്ലാത്ത എവിടെ പിടിക്കണം എന്നല്ല എന്റെ ചോദ്യം. ഞമ്മള് പിടിക്കുന്നത് എവിടെയാണെന്ന് ചോദ്യം. അതാണ് ജൈൻ തീർക്കരിപ്പോൾ അയച്ചതാണ് അതിന്റെ ഉത്തരം. ഞാൻ ചോദിച്ച ചോദ്യം എന്താ? ഈ കൈ എവരെ പിടിക്കണം, അത് കിതാബിയായിട്ട് എവിടെയാണ് സുന്നത്ത് അന്നല്ല എന്റെ ചോദ്യം. അതാണ് ആശങ്കയില്ലാത്ത അയച്ചത് മണിബന്ധം. അത് ശരിയാണ്. നേരെ മറിച്ച് നമ്മൾ പിടിക്കുന്നത് എവിടെയാണ്? ഇത് നമുക്കറിയാം. ഇത് നമുക്ക് അറിയുന്ന സുന്നത്താണ്. പക്ഷെ നമ്മൾ പിടിക്കുന്നത് എവിടെ? ഈ തന്തം കയ്യുമ്പോ കൊണ്ടുപോയിട്ടാ. അതൊന്നും ഒരു വിശകലന രതിക്ക് ഒരു സാധാരണക്കാരൻ അതങ്ങത്ത് ചെയ്യണമെങ്കിൽ ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോ മെനക്കടാണ്ട്. അത് ഓപ്പറേഷൻ തന്നെ നടക്കാണ്ട്. ഓപ്പറേഷൻ നടക്കുമ്പോ കുറച്ച് സമയം പിടിക്കുമല്ലോ അല്ലേ. അപ്പൊ രതിക്ക് നമ്മുടെ ആ കൈ അങ്ങത്ത് ഉയർത്തിയിട്ട് ആ കൈ പിടിക്കുന്ന രൂപം ഒന്ന് വിശദീകരിച്ചാൽ എനിക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ട്. നമ്മൾ കുറച്ച് ആൾക്കാർ നിസ്കരിക്കാൻ നിൽക്കുമ്പോ അത് കണ്ടവർ പറയും ആ നിസ്കരിക്കാൻ നിൽക്കുന്ന ഒരു KMIC-കാരാണ്. ആ നിസ്കരിക്കാൻ നിൽക്കുന്നത് KMIC-കാരാണെന്ന് പറയും. അതെന്താ കാരണം? അത് KMIC-കാരെ ആ ക്ലാസ് കേട്ടിട്ട. ഞാനത് ഒരു കിബറും പൊങ്ങച്ചൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഒരു ക്ലാസ് ഇൻഷാ അല്ലാഹ് ഇന്നിപ്പോ നോമ്പൊക്കെ കഴിഞ്ഞ ഹസൻ ഉസ്താദെ 6ാം നോമ്പൊക്കെ കഴിഞ്ഞ നല്ല റാഹത്തുള്ള ഈസാണ് ഇൻഷാ അല്ലാഹ്. ഇന്ന് 10 മണിക്ക് ആ തക്ബീറത്തുൽ ഇഹ്റാം ഉയർത്തിയിട്ട് ആ കൈ പിടിക്കുന്ന രൂപം എങ്ങനെയാണ്? ആ കൈ പിടിക്കുന്ന രൂപം അത് നമുക്കിന്ന് 10 മണി. ഇപ്പൊ ഈ ക്ലാസ് റൂമിലുള്ള ഒരുപാട് ആളുകൾ ആ സമയത്തും ഉണ്ടാവുന്നവരാണ്. ഞാൻ ഹസൻ ഉസ്താദ് ഒരു അഭിപ്രായം പറയാണ്. ഒരുപാട് റേഡിയോ ശ്രോതാക്കൾ വിളിച്ചു ഉസ്താദ് ആ ഒരു സാധാരണക്കാര് അത് ഒന്ന് ഒരു 10 മണിക്കലിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ, കാരണം ഞങ്ങൾക്കൊക്കെ ഇവിടെ സുബഹിന്റെ നേരാണ്. അപ്പൊ ഞങ്ങളൊക്കെ അത് ശ്രദ്ധിക്കാൻ തയ്യാറാണ് എന്നൊരു സന്തോഷ വാർത്ത കിട്ടിയ പ്രകാരം ആ നിസ്കാരത്തിന്റെ തുടക്കമെങ്കിലും ഒന്ന് ശരിയാവട്ടെ. നിസ്കാരത്തിന്റെ ഒരു തുടക്കം ഉണ്ടല്ലോ. നമ്മൾ സാധാരണ ഇൽമുൽ മആനിയില് ഒരു ഇൽമുണ്ട്. ഇന്നത് ഇന്നത് തീരുമാനിക്കണം. എന്നാ പിടുത്തൊന്ന് ശരിയാക്കണം. നമ്മുടെ ഇൽമുൽ മആനിയിൽ ഒരു വിഷയം എന്താ? തുടക്കവും അവസാനവും ശരിയാക്കിയാൽ നദു ശരിയാവുന്നതാണ്. നദുവിനൊരു ഭംഗി കിട്ടുന്ന. നമ്മൾ പ്രസംഗിക്കാൻ നിൽക്കുക, തുടക്കം തന്നെ കൊലായാൽ ഇഞ്ഞോന് എന്ത് പ്രസംഗിച്ചിട്ടും കാര്യമില്ല. ആൾക്കാർ ആ പ്രസംഗം ഇഷ്ടപ്പെടൂല. നേരെ മറിച്ച് തുടക്കം ഉഷാറായി, അവസാനം ഉഷാറായി. ഇനി ഏതേലും കുറച്ച് പോക്കായാലും ആൾക്കാർക്ക് എന്താവൂല, അതൊരു വിഷയാവൂല. അത് നല്ല ഉഷാറായി എന്ന് തോന്നുന്നു. അപ്പോ തുടക്കം ശരിയാവുക അത് വല്ലാത്തൊരു നല്ല വിഷയം. അപ്പൊ അതുകൊണ്ട് ഞാനത് അതിന്റെ ഒരു അഫ്ളലായ രൂപം പടച്ചവനെ ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഇങ്ങനൊരു തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി തുടങ്ങട്ടെ. അല്ലാഹു തആലന്റെ തുടക്കം നന്നായത് കൊണ്ട് എന്റെ ഒതുക്കം വരെ ഈ നിസ്കാരം ഭംഗിയിലാക്കട്ടെ എന്നൊരു ഒരു ചിന്ത നമുക്ക് വന്നാൽ അത് വളരെയധികം ഉപകാരമാവും. നമ്മുടെ ഹസൻ ഉസ്താദ് പറഞ്ഞ മാതിരി ഒരുപാട് കോപ്പരായിത്തരങ്ങളാണ് നടക്കുന്നത്. വാസ്തവത്തിൽ ഒന്നും ഇത് പറയുമ്പോ ഒന്നുകൂടി ഞാൻ പറയാണ്, ഒക്കെ നമ്മൾ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്നാണ് അബൂറയ്യ ഉസ്താദ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് വിഷമം ഉണ്ടാവരുത്. മുമ്പ് ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഭാര്യ എങ്ങനെ പാത്ര കൊത്തമ്പാലില്ല, മുളകില്ല, മഞ്ഞളില്ല, ഇപ്പില്ല, ഈ ഇല്ലാന്ന് കേട്ടപ്പോ ഭർത്താവിന് ദേഷ്യം പിടിച്ച് ഞാൻ ഇങ്ങനെ പോകുമ്പോ ഒക്കെ ഇല്ലാന്ന് പറയരുത് എന്ന് പറഞ്ഞു. അപ്പൊ പിറ്റേ ദിവസം മൂപ്പത്തേര് പറഞ്ഞ് ഭർത്താവ് ഇറങ്ങാൻ നേരത്ത് ഇവിടെ കൊത്തമ്പാലിക മഞ്ഞൾ ഇല്ലായികയുണ്ട്, മുളക് ഇല്ലായികയുണ്ട്, ഉപ്പ് ഇല്ലായികയുണ്ട്. മൂപ്പത്തിയേര് ഇല്ലാത്ത വാർത്താനൊന്നും പറഞ്ഞില്ല, ഒക്കെ ഇല്ല വാർത്താനേ പറഞ്ഞുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന് പറയുമ്പോ എന്നാ പിന്നെ ഇപ്പൊ ഒക്കെ ഇപ്പൊ നമ്മൾ അതല്ല, അങ്ങനെ ആരും ചിന്തിക്കരുത്.
അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് അൽഹംദുലില്ലാ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ അത് എങ്ങനെ നമ്മുടെ ആ കൈ വെക്കണം നോക്കിങ്ങള്. നമ്മുടെ ഈമാനിനെ സംരക്ഷിക്കുന്നതിലേക്ക് സൂചന ഒരു 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 ഇഷാറത്ത് വരുന്നുണ്ട് ഈ കയ്യിനെ പിടിക്കുന്നിടത്ത്. ഒറ്റൊന്നുകൂടി ഞാൻ പറയും, ഒറ്റൊന്നുകൂടി. നമ്മുടെ ആകെ ഈ ക്ലാസ് തുടങ്ങിയത് എന്തിനാ? നമ്മുടെ അവയവങ്ങളെ കൊണ്ടുള്ള ഭയഭക്തി കാരണം ഖൽബ് കൊണ്ടുള്ള ഭയഭക്തി ലഭിക്കാനാണ് ഇങ്ങനെ ഒരു ക്ലാസ് സാധാരണക്കാർക്ക് തുടങ്ങാൻ കാരണം. അപ്പൊ നമ്മുടെ ഈ കൈ പിടിക്കുന്നതിൽ എന്തുണ്ട്? നമ്മൾ കൈ ഉയർത്തുന്നതിൽ അള്ളാഹുവിന്റെയും ഇവന്റെയും ഇടയിലുള്ള ഹിജാബിനെ ഉയർത്തുക, അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്ത എല്ലാ ചിന്തകളെയും ഖൽബിൽ നിന്ന് ഒഴിവാക്കുന്നതിലേക്കുള്ള സൂചന. ഇനി അതുപോലെ തന്നെ ഈ കൈ പിടിക്കുന്നിടത്ത് ഇവന്റെ ഖൽബിലുള്ള ഈമാനിനെ ശോഷിക്കുന്നതിലേക്ക്. ഇപ്പൊ എല്ലാവർക്കും ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം സ്വീകരിക്കുക. ആ പ്രിയപ്പെട്ട ഹബീബിനോട് പറഞ്ഞ് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം, കാരണം അതൊരു നല്ലൊരു ചർച്ചയാണ്. ഇപ്പൊ 7:19 ആയിട്ടുണ്ട്. അതൊരു സാധാരണക്കാരൻ അൽഹംദുലില്ലാ ഇനി മുതൽ ഞാനത് ചെയ്യും, ഇനി മുതൽ ഞാനത് ചെയ്യും എന്ന് തീരുമാനിക്കണമെങ്കിൽ എനിക്കൊരു അരമണിക്കൂർ ആവശ്യമാണ്. ഇപ്പൊ അത് എന്റെ ക്ലാസിന്റെ ശൈലി നിങ്ങൾക്ക് അറിയല്ലോ. അബുസുന് പറഞ്ഞ മാതിരി നിക്കത് എന്റെ ഒരു ഉദ്ദേശം എന്താന്ന് വെച്ചത് ഇപ്പൊ റെക്കോർഡ് ചെയ്യലോ CD ആക്കി ഇറക്കലോ ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ആരൊക്കെയത് റെക്കോർഡ് യൂട്യൂബ് കൊണ്ടുപോയി ഇതിന് ആ നിലക്ക് പോലും എനിക്കങ്ങനെ ഒരു ഉദ്ദേശമില്ല. എന്റെ മുമ്പിലുള്ള ഇപ്പോഴുള്ള അല്ലെങ്കിൽ KMICയുടെ ശ്രോതാക്കള് എന്റെ ജീവിതത്തിൽ ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോ അങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുമ്പോ കൈ ഉയർത്തുള്ളൂ, കൈ ഉയർത്തിയതിന്റെ ശേഷം ഞാൻ അങ്ങനെ വെക്കുള്ളൂ. അപ്പൊ അതിന്റെ ഹിക്കുമത്തുകളും മഹാന്മാർ പറഞ്ഞ രൂപങ്ങളും അതൊക്കെ ഒന്ന് മത്തം പോലെ പറയണമെങ്കിൽ എന്റെ കണക്കിൽ അരമണിക്കൂർ പിടിക്കും. അപ്പൊ അതുകൊണ്ട് ആ അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെ നമ്മളെ മൗലിദൊക്കെ തുടങ്ങുമ്പോഴേക്ക് സമയം ഒരു പാട് വൈകും. അപ്പൊ ഏതായാലും 6-ാം നോമ്പൊക്കെ കഴിഞ്ഞതല്ലേ. കേൾക്കാൻ ആഗ്രഹമുള്ളവര്, അതല്ലെങ്കിൽ നമുക്ക് ഇനി രാവിലെ ഉള്ളവർക്കൊരു പണി ചെയ്യാം. എന്റെ ഹസൻ ഉസ്താദെ ഏതെങ്കിലും സമയത്ത് നമ്മൾ ഒഴിവുള്ള സമയത്തൊക്കെ റെക്കോർഡും ആണെങ്കിൽ വെക്കല്ലേ. നമ്മളെ മുസ്തഫ അലൂരും പലവരും നമ്മളെ എല്ലാ ക്ലാസ്സുകളും റെക്കോർഡ് ചെയ്യാറുണ്ട്. അപ്പൊ അതൊരു ഉപകാരമാവണം. നമ്മളൊരു പകുതി പറഞ്ഞു വെച്ചു, അപ്പൊ പിന്നെ പകുതി നാളെ പറയാനൊക്കെ പറയുമ്പോ അതൊരു വിഷമാണ്. ഏതായിരുന്നാലും ഞാൻ എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായവും നമ്മുടെ മറ്റു റേഡിയോ ശ്രോതാക്കളുടെ അഭിപ്രായം പാടെ പരിഗണിച്ച് ഒരു നിസ്കാരത്തിന്റെ തുടക്കം അങ്ങനത്തെ മന്തുക, അങ്ങനത്തെ നമ്മളങ്ങനത്തെ ചെല്ലുക, ഒന്ന് കൊറ്റിപ്പടുക, അള്ളാഹു അക്ബർ അലൈക്കും അസ്സലാം കഴിഞ്ഞ് അള്ളാഹു അക്ബർ അസ്സലാമു അലൈക്കും. എന്റെ പതിന്റെ ഇടയിൽ നടന്നത് എവിടെ? അപ്പൊ അതിന്റെയൊക്കെ പിന്നില് നമ്മുടെ ഓരോ അവയവങ്ങൾ വെക്കുന്നിടത്തും ഒരു വലിയ പോയിന്റുകളിലേക്ക് നമ്മുടെ നിസ്കാരങ്ങളുടെ അവയവങ്ങൾ വെക്കുന്നിടത്തുണ്ട്. അള്ളാഹു അതൊക്കെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് അള്ളാഹു തആല നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഒരൊറ്റ സുന്നത്തെന്ന് പറയാം. നമ്മൾ ആ ബറക്കത്തിന് വേണ്ടിയിട്ട് ഒരൊറ്റ സുന്നത്ത്. അതൊരു കാരണം കൂടുതൽ പറയുമ്പോ ഞാൻ ഇന്നിപ്പോ ഇൻഷാ അല്ലാഹ് പ്രത്യേക കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ ബൈലക്സാണ്, നെറ്റാണ്, തകരാറൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ആ നിലക്ക് ഇന്നിപ്പോ നമുക്ക് കൈ ഉയർത്തുമ്പോ ശ്രദ്ധിക്കേണ്ടതും ഇനി ശേഷം കൈ ഉയർത്തിയിട്ട് താഴ്ത്തിയിട്ട് എങ്ങനെയാണ് ആ കൈ വെക്കേണ്ടത്, അവിടെ മണിബന്ധം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല സംഗതികളും ഇവിടെ കിടക്കുന്നുണ്ട്. ഞാൻ പല ആളുകളെയും കണ്ടിട്ടുണ്ട്. സ്പീഡ് നിസ്കാരം പലതും നടക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നൊരൊറ്റ കാര്യം പറയാണ്, അള്ളാഹു തആല നമ്മുടെ ജീവിതത്തിൽ സുന്നത്തുകൾ തിരിച്ചു കൊണ്ടുവരാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ് പലവരും യഥാർത്ഥത്തിൽ അതിന്റെ അഫ്ളലായ രൂപം നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയൊക്കെ നിന്ന് റാഹത്തായി സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കി കാലിന്റെ ചെരിപ്പടിക്കാലൊക്കെ ഉറപ്പിച്ച്, അതുപോലെ തന്നെ ഒരു ചാന് അകലത്തിലാണ് എന്നൊക്കെ ഉറപ്പിച്ച് എല്ലാം ശരിയായി നിന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി നല്ലൊരു വിഭാഗം ചെയ്യുന്നത് എന്താ? നല്ലൊരു വിഭാഗം ചെയ്യുന്നത് കൈ ഉയർത്തിയതിനു ശേഷമാണ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലാൻ തുടങ്ങുന്നത്, അല്ലെ? കൈ ഉയർത്തും, അവര് ഉയർത്തിയിട്ടാണ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലാൻ തുടങ്ങുന്നത്.
എന്നിട്ട് രണ്ട് കൈയും വെക്കലോട് കൂടെ നെഞ്ചിന്റെയും പുക്കലിന്റെയും മെതയില് വെക്കലോട് കൂടെ ആ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലൽ അവസാനിപ്പിക്കും ചെയ്യും. കൈ പൊന്തിച്ചിട്ട് അല്ലാഹു അക്ബർ അല്ലെ. പിന്നെ അവിടെ ഒരു ചെറിയ മസ്അല വരുന്നതിട്ടോ, പല സാധാരണക്കാരും തക്ബീർ ചൊല്ലുമ്പോ അല്ലാഹു അക്ബർ എന്ന് വരുന്നുണ്ട് അല്ലേ. അതൊന്ന് ശ്രദ്ധിച്ചോക്കൊണ്ടു. അല്ലാഹു അക്ബർ രണ്ട് ഹംസയാണ്. അവിടെ ആ രണ്ടാമത്തെ ഹംസ പല സാധാരണക്കാർക്കും വാവായി വരുന്നുണ്ട്. സാധാരണക്കാരിൽ അങ്ങനെ ഒരു വാവ് വരുന്നത് കൊണ്ട് കുഴപ്പമില്ലാന്നൊക്കെ കൗലുണ്ട് ട്ടോ. ഞാൻ അതിനിപ്പോ എല്ലാ കൗലും അങ്ങനെ ഉറക്കനെ പറയാൻ പറ്റിയ കൗലുകളല്ല. ചിലതൊക്കെ നമ്മൾ പതുക്കെ പറയാം. ഏതായാലും സമയം പോകുന്നുണ്ട്, നിങ്ങൾക്കൊരു സന്തോഷത്തിന് വേണ്ടി പറയാണ്. മുമ്പ് ഒരു സാധാരണക്കാരൻ എന്ത് ചെയ്തു, ഉസ്താദിന്റെ അടുത്ത് പോയി, ഉസ്താദെ എനിക്ക് വൈക്കത്തെ ഒരു പോത്തിനെ കിട്ടിയിട്ടുണ്ട് എന്നാണ്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ എന്താ ചെയ്യേണ്ടത്, ഒരു പോത്തിനെ കിട്ടിയിട്ടുണ്ട് എന്നാണ്. അപ്പൊ ഉസ്താദ് പരസ്യ പോത്തും കയറും കിട്ടിയിട്ടുണ്ട്, പോത്തിന്റെ കൗത്തിലൊരു കയറും ഉണ്ട് എന്നാണ്. ഉസ്താദിനെ പരസ്യപ്പെടുത്തണം, ഇങ്ങനെ പരസ്യപ്പെടുത്തേണ്ട രൂപക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്. അപ്പൊ ഇബൻ ചെയ്ത് അങ്ങാടി ചെന്നിട്ട് ഇത് പരസ്യപ്പെടുത്തണം എന്നാണ്. അപ്പൊ ഈ സാധാരണക്കാരൻ എന്റെ കാട്ടിന്നറിയോ, ഓ അങ്ങാടി ചെന്നിട്ട് ഉറക്കനെ പറഞ്ഞു, എനിക്കൊരു കയറ് കിട്ടിയിട്ടുണ്ട്, അതിന്റെ തലക്ക ഒരു പോത്തുണ്ട് എന്നാണ്. പോത്ത് ഉണ്ട് എന്ന് ഉറക്കനെ പറയേണ്ടത് ഓൻ കാട്ടിയതെന്താ, ഉസ്താദ് പരസ്യപ്പെടുത്താനല്ലാന്നത്. നിക്കൊരു കയറ് കിട്ടിയിട്ടുണ്ട് എന്നാണ്ട് പതിക്കെ ആരും കേൾക്കാതെ അതിന്റെ തലക്കൊരു പോത്തുണ്ട് എന്നാണ്. അപ്പൊ ചിലതൊക്കെ നമ്മൾ പതിക്കെ പറയേണ്ട ചില കൗലുകളുണ്ട്. എല്ലാ കൗലും അങ്ങനെ ഉറക്കനെ പറയാൻ പറ്റൂല. ഉറക്കനെ പറയാൻ പറ്റാത്ത കൗലാണ് നിക്കായിന് സാക്ഷികൾ വേണ്ട എന്നുള്ള കൗലുകളൊന്നും ഉറക്ക പറയാൻ പറ്റാത്ത കൗലല്ല. അപ്പൊ അവരൊക്കെ ഇങ്ങനെ ഉണ്ട് അല്ലാഹു അക്ബർ. നോക്കിങ്ങള് പല സാധാരണക്കാരും തക്ബീറത്തിലാൻ ചെല്ലുമ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ഈ വാവ് ഹംസ വാവായി മറിയുന്നുണ്ട്. അതൊരിക്കലും പരമാവധി എല്ലാവരും ശ്രദ്ധിക്കണം, ഹംസ തന്നെ വരണം. അപ്പൊ ഏതായിരുന്നാലും ഇന്ന് നല്ലൊരു വിഭാഗം സാധാരണക്കാർ ചെയ്യുന്നത് എന്താ, പിന്നെ അവരൊക്കെ കൗലും കീലും പലതിലുണ്ടാവും. അതിന്റെ അഫ്ളലായ രൂപം തക്ബീറത്തുൽ ഇഹ്റാം രണ്ട് കൈയും നമ്മൾ തൂക്കിയിട്ടിക്കാണ്. ഇനി അവനത് പൊന്തിക്കാണ് കൈ അല്ലെ. ആ പൊന്തിക്കുമ്പോൾ ആ കൈ ഉയർത്താൻ തുടങ്ങിയതം മുതൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലൽ തുടങ്ങണം. കൈ ഉയർത്തൽ അവസാനിക്കൽ അവരെ രണ്ട് ചുമലിന്റെ നേരേക്ക് ആവലോട് കൂടെ കൈ ഉയർത്തൽ അവസാനിച്ചു, പിന്നെ താഴ്ത്തിയാണ് അല്ലെ. അതല്ല സാധാരണക്കാര് ഞാനതാ ബന്ധ സമയം പൊരിക്കും. സാധാരണക്കാർക്ക് വിഷയം അത് ഒരു ഫിഖ്ഹിയായും ബന്ധമില്ലാത്ത ഒരുപാട് സാധാരണക്കാരാണ് ഈ ക്ലാസ് ശ്രദ്ധിക്കുന്നത്. കൈ ഉയർത്തൽ എവിടെ അവസാനിച്ചു, ചുമലിന്റെ നേരേക്ക് എത്തലോട് കൂടെ കൈ ഉയർത്തൽ അവസാനിച്ചു, പിന്നെ കൈ താഴ്ത്തുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലേണ്ടത് കൈ ഉയർത്താൻ തുടങ്ങിയതം മുതൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലാൻ തുടങ്ങുക. എന്നിട്ട് ഉയർത്തൽ അവസാനിക്കലോട് കൂടെ ചൊല്ലലും അവസാനിക്കണം. അപ്പൊ നമ്മൾ താഴ്ത്തുന്ന കൈ പൊന്തിക്കലോട് കൂടെ അല്ലാഹു അക്ബർ എവിടെത്തി, ചുമരിന്റെ നേരേക്ക് എത്തലോട് കൂടെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലൽ അവസാനിച്ചു. പിന്നെ ഒന്നും മിണ്ടാതെയാണ് ആ കൈ നേരെ എങ്ങോട്ട് വരേണ്ടത്, നെഞ്ചിന്റെയും പുക്കലിന്റെയും മെതയിലേക്ക് വരേണ്ടത്. അതുകൊണ്ട് ഇപ്പോ ആ ഒരു കാര്യം മാത്രം ഉണർത്തുന്നു. തക്ബീറത്തുൽ ഇഹ്റാം കൈ പൊന്തിക്കലോട് കൂടെ തക്ബീറത്തുൽ ഇഹ്റാം തുടങ്ങണം. കൈ ഉയർത്തൽ അവസാനിക്കലോട് കൂടെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലലും അവസാനിക്കണം. പിന്നെ രണ്ട് കൈയും നെഞ്ചിന്റെയും പുക്കലിന്റെയും മെതയിലേക്ക് കൊണ്ടുവരേണ്ടത് ഒന്നും മിണ്ടാത്ത രൂപത്തിലാണ്. പിന്നെ ആ കൈ നേരെ വന്ന് എങ്ങനെ പിടിക്കണം, ആ പിടിക്കുന്നിടത്ത് ഒരുപാട് കോപ്പലായിത്തരങ്ങൾ, പ്രത്യേകിച്ച് അവാന്തര വിഭാഗങ്ങള് നെഞ്ചിന്റെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നെ ഗൾഫുകാര് നിങ്ങൾ പറയും ഉസ്താദെ ഇബത്തെ ഒരുപാട് അറബിയല് പുക്കലിന്റെ താഴെ എങ്ങനെ കൈ വെച്ചിന് കണ്ടില്ലേ അല്ലെ, ഗൾഫുകാര് കണ്ടിട്ടില്ലേ അല്ലെ. ഒരുപാട് അറബികള് നേരെ പുക്കലിന്റെ താഴെ കൈ വെക്കുന്നവരുണ്ട്. പിന്നെ നെഞ്ചിന്റെയും പുക്കലിന്റെയും മെതയില് അവിടെ തന്നെ കാണാൻ ചില ആളുകള് ഒരൊറ്റ മിനിറ്റ്
ഈ കയ്യ് നേരെ താഴ്ത്തിക്കാണ്ട് കൊണ്ടുപോകും, താഴ്ത്തിയിടും, തൂക്കിയിടും. അതിനു ശേഷം ഈ കൈ അങ്ങത്ത് കൊണ്ടുവരിക, നെഞ്ചിന്റെയും പുക്കലിന്റെയും ഇടയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഒരു സംഗതിയും കാണാം. എങ്ങനെ കൈ അവർ ഉയർത്തിയിട്ട് നേരെ താഴ്ത്തിയിടും, ലതിക്കാണ്ട് തൂക്കിയിടും. എന്നിട്ട് ആ കൈ രണ്ടാമത് എന്ത് ചെയ്യും? നെഞ്ചിന്റെയും പുക്കലിന്റെയും അല്ലെങ്കിൽ ചില ഈ പുക്കലിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരും. ഇതിന്റെ ഒക്കെ ഇങ്ങനെ ഗൾഫിലൊക്കെയും പല രൂപവും കാണിക്കുന്നത് കാണാം. ഇതിന്റെ ഒരു ശരിയായ വശം എന്താണ് അല്ലാഹു തആല പറയാനും കേൾക്കാനും അത്തരം അമലുകളിലൂടെ നമ്മുടെ ഖൽബിലുള്ള ഈമാനിനെ സംരക്ഷിക്കാൻ മഹാന്മാർ പറഞ്ഞ ചില പോയിന്റുകളും ആ ഒരു പോയിന്റുകളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ അവയവങ്ങൾ വെച്ച് നിസ്കരിക്കാനും അതിലൂടെ നമ്മുടെ ഖൽബിൽ ഖുശൂ ലഭിക്കാനും അല്ലാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോഴുള്ള ക്ലാസ് റൂമിലുള്ള മുഴുവൻ ശ്രോതാക്കളോടും ഇനി നമ്മൾ ഒരാൾ നിസ്കരിക്കുന്നത് കാണുമ്പോൾ ഒരാൾ ചോദിച്ചു, നിങ്ങൾ KMICയുടെ ശ്രോതാവാ? നിങ്ങൾ KMICയുടെ ശ്രോതാവാ? എന്തെങ്കിലും അങ്ങനെ ചോദിക്കാൻ കാരണം നിങ്ങൾ KMICയുടെ ശ്രോതാവാന്ന് ചോദിക്കാൻ നിങ്ങളെ നിസ്കാരം കണ്ടാല് ഒരു KMICയുടെ ക്ലാസ് കേട്ട ആൾക്കാരെ മാതിരിക്കുണ്ടല്ലോ നിങ്ങളെ നിസ്കാരം കണ്ടാല് അങ്ങനെ പറഞ്ഞ് അല്ലാഹു തആല ഈ KMICക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഇതിനു വേണ്ടി സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു തആല ബറക്കത്ത് നൽകുമാറാവട്ടെ. നിങ്ങൾ ചെയ്യും ഉറപ്പാ. നമ്മൾ മത്തം പോലെ പറഞ്ഞാൽ നമ്മളെ നിസ്കാരത്തിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹസൻ ഉസ്താദിന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? ഹസൻ ഉസ്താദ് ശബ്ദം കേൾക്കുന്നില്ലേ? പോയോ? ഉസ്താദ് പോയല്ലേ? പോവില്ല. ഉസ്താദ് നോമ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. നോമ്പൊക്കെ കഴിഞ്ഞ് ചിലപ്പം ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക ഊതുന്നു. ആരും ഒരു വെറുപ്പ് വിചാരിക്കരുത്. കാരണം നമ്മളൊരു വിഷയം ചെയ്യിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കാനല്ലോ. അപ്പൊ കുറച്ച് സമയം പിടിക്കും. അപ്പോ ഞാൻ ആ ഒരു വിഷയത്തിലേക്ക് കടന്നാൽ ചിലപ്പം മൗലൂദ് തുടങ്ങാൻ എത്തേകാലൊക്കെ ആവും. അപ്പൊ അത് അതിനേക്കായും വിഷമാവും. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല സൗകര്യപ്രദമായി നോമ്പും 6 നോമ്പൊക്കെ കഴിഞ്ഞ് റാഹത്തായി അള്ളാഹു വളരെ വ്യക്തമായ നിലക്ക് നമ്മുടെ ജീവിതത്തിൽ 5 വഖ്ത് നിസ്കാരം അവ്വലുമായി യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ, നമ്മൾ 50,000 കൊല്ലത്തിനു ശേഷം നമ്മളിലേക്ക് ആദ്യം വരുന്ന കർമ്മപരമായ ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യമാണ് നിസ്കാരം. ആ ചോദ്യം നമ്മൾ വിജയിച്ചോ അൽഹംദുലില്ലാഹ് നമ്മുടെ മറ്റു ചോദ്യങ്ങളൊക്കെ വിജയിക്കും. ഒറ്റ മിനിറ്റ് കൂടി ഹസൻ ഉസ്താദെ, നമ്മൾ പരീക്ഷ എഴുതാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ചോദ്യ പേപ്പർ കിട്ടിയെന്ന് വെക്കുക. ഫസ്റ്റിലെ ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ പിന്നെ എല്ലാ പരീക്ഷ കൊളായി അല്ലെ? ആ പരീക്ഷ കൊളായി. നമ്മളൊരു പരീക്ഷാ ഹാളിൽ കയറി SSC പരീക്ഷ അതുപോലത്തെ ഏതെങ്കിലും പരീക്ഷയിൽ ഫസ്റ്റിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് വെക്കുക, പിന്നെ ആ പരീക്ഷ അവിടെ കൊളായി. പിന്നെ സംഗതി ബാക്കിയുള്ള ഉത്തരങ്ങളൊക്കെ കിട്ടിയാൽ തന്നെ ആകെക്കൂടെ പാശം കൊയിലാറ്റിനെ കാര്യം എന്ന മാതിരിയാണ്. നമ്മളെ ഫസ്റ്റിലെ ചോദ്യം ഭാഷയിൽ നിസ്കാരത്തെ കുറിച്ചാ. അത് കൊളായ ബാക്കിയുള്ളതൊക്കെ അത് കൊളാവും. നേരെ മറിച്ച് ആ ഫസ്റ്റിലെ ചോദ്യം ഉണ്ടല്ലോ അത് റാഹത്തായി കിട്ടിയ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ വിജയിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരാൾ വിജയിച്ചോ ബാക്കി ആഖിറത്തിൽ ഓന്റെ എല്ലാ കാര്യത്തിലും വിജയം നൽകും. അള്ളാഹു നമ്മുടെ ആദ്യത്തെ ചോദ്യം ആ നിസ്കാരത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് റബ്ബേ എന്നെ കൊണ്ട് സാധിക്കുന്ന പരമാവധി സുന്നത്തുകളൊക്കെ പാലിച്ച് ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറയാനുള്ള തൗഫീക്ക് അള്ളാഹു ഈ KMICയിലൂടെ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്ത് അഹ്സൻ ഉസ്താദിനെ ദുആഇന് നേതൃത്വം നൽകാൻ മൈക്കയിലേക്ക് ക്ഷണിച്ച് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.